മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, നടിയെ ആക്രമിച്ച കേസ് ദിലീപ് പ്രതിയായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒത്തിരി നാളായിട്ടുള്ള ഒരു കേസാണത്. അപ്പം ഈ ഒരു കേസിൻ്റെ ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. നമ്മുടെ പൾസർ സുനിയുടെ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോകുന്നുണ്ട്. അപ്പം ന്യൂസ് ചാനലുകളിലെല്ലാം ഇപ്പോൾ അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എമ്പുരാൻ്റെ വിഷയമൊക്കെ ഒന്ന് ഡൗൺ ആയപ്പോഴത്തേക്കിന് അവർക്ക് അടുത്ത ഒരു കണ്ടന്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൾസർ സുനി ആണെങ്കിൽ പോലീസുകാരുടെ അടുത്ത് പോലും വ്യക്തമാകാത്ത കുറച്ച് കാര്യങ്ങളാണെങ്കിൽ ഇപ്പം ഒരാളുടെ അടുത്ത് ഇങ്ങനെ പറയുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആണ് അറിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു ന്യൂസ് റിപ്പോർട്ടറാണ്. അതിൽ അവർ കാണിക്കുന്നത് ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതായിട്ടാണ്. അതായത് പൾസർ സുനി അറിയാതെ ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് ദൃശ്യങ്ങളാണെന്നുള്ള രീതിക്കാണ് ഇത് പുറത്ത് വരുന്നത്. ശരിക്കും അത് കാണുമ്പോൾ ശരിക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ ചെറുതായിട്ട് തോന്നുന്നുണ്ട്. അവരുടെ സംസാരത്തിൽ പോലും അത് ചെറുതായിട്ട് തോന്നുന്നില്ല. എങ്കിലും അവരെന്താണ് പറയുന്നുള്ളത് നമ്മളിവിടെ വ്യക്തമാക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൾസർ സുനി പറയുന്നത് ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു കൊട്ടേഷൻ ആയിരുന്നു. ഏകദേശം 1.5 കോടി രൂപയായിരുന്നു ദിലീപ് ഇതുപോലെ പൾസർ സുനിക്കാണെങ്കിൽ ഓഫർ ചെയ്തത്. അതിൽ ഏകദേശം ഒരു 80 ലക്ഷം രൂപയോളം ഇനിയും കൊടുക്കാനുണ്ട്. പൾസർ സുനിക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം പുള്ളിക്കാരൻ പോയി ചോദിച്ച് ദിലീപിൻ്റെ അടുത്തുനിന്നൊരു 70 ലക്ഷം രൂപയോളം കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഇനിയും തനിക്കാണെങ്കിൽ 80 ലക്ഷം രൂപ വരെ കിട്ടാനുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അടുത്തിരിക്കുന്ന ന്യൂസ് റിപ്പോർട്ടറോട് പറയുന്ന രീതിക്കാണ് ഉള്ള വീഡിയോ ആണ് വരുന്നത്. പക്ഷേ അവർ തമ്മിലൊരു കാഷ്വൽ ടോക്ക് സംസാരിക്കുന്ന രീതിക്കാണ്. എനിക്കൊന്ന് ഈ ഇരിക്കുന്ന ആൾ ന്യൂസ് റിപ്പോർട്ടറാണ് എന്താണെന്ന് അറിയാതെ പിന്നെ എന്തിനാണ് ഈ പുള്ളി വന്നത് എന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നത്. കാരണം പെട്ടെന്ന് ഒരാൾ പൾസർ സുനിയെ വിളിച്ചു ഒരിടത്ത് വന്നിരുന്ന് ഇവർ തമ്മിൽ ഇതങ്ങ് സംസാരിക്കുക. അത് കാണുമ്പോൾ ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങൾ പറയണം. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ വരുന്ന ഒരു മെയിൻ കമൻറ്റ് എന്ന് പറഞ്ഞാൽ, എമ്പുരാൻ ഇറങ്ങിയ സമയത്താണെങ്കിൽ ഇപ്പം എമ്പുരാൻ്റെ രീതിക്കത്തെ ന്യൂസൊക്കെ വന്ന് ഭയങ്കര ഒരു പ്രൊമോഷനാണ് ആ സിനിമയ്ക്ക് നടന്നത്. ഇപ്പം ദിലീപിൻ്റേതായിട്ട് പുറത്തിറങ്ങാനിരിക്കുന്നത് ബബ്ബ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങാൻ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊമോഷൻ എന്നുള്ള രീതിക്ക് ഒരു പരിഹാസമായിട്ടുള്ള രീതിക്ക് ഇതിനെ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ തമിഴിലൊക്കെയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ മലയാള സിനിമകളിൽ ഇപ്പോൾ ഈ ഒരു സംഭവം ആ ഒരു ടെംപ്ലേറ്റ് പോലെയാണ് വരുന്നത്. ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ ശരിക്കും ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞാലും ഇതൊരു ആക്ടർ ആണെങ്കിൽ അവർ അടുത്ത സിനിമയ്ക്കാണ് ഇതിൻ്റെ ഒരു സംഭവം കിട്ടുന്നത്. അതിൻ്റെ പേര് ഉൾപ്പെടെ ആയിരിക്കാം ചിലപ്പോൾ അവർ പറയാൻ സാധ്യതയുള്ളത്. എന്തായാലും ഈ കേസിൻ്റെ കാര്യം ഒക്കെ ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ പുള്ളി പറയുന്നത് ഇപ്പോഴും ന്യൂസിലാണ് കാണിക്കുന്നത്. ന്യൂസിൽ അങ്ങനെ കാണിക്കുമ്പോഴും ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇതിനെതിരെ ഇതുവരെയായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഇവർ ഇത്രയേറെ കാര്യങ്ങൾ അറിയുമ്പോൾ ഇപ്പോൾ ഈ പൾസർ സുനി ഇപ്പോൾ ഇതുപോലെ ഒളിക്യാമറ ഇതുപോലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ പോലും നമുക്കിപ്പോൾ ഇതുവരെയായിട്ടും അറിയത്തില്ല. അപ്പോൾ അതിനി ഇവർ ഒരു പ്ലാൻഡായിട്ട് ചെയ്തതാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പം പുറത്ത് വന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ പൾസർ സുനിയുടെ ഏകദേശം 80 ലക്ഷം രൂപയോളം ഇനിയും പൾസർ സുനിക്ക് കിട്ടാനുണ്ട്. 1.5 കോടിയിൽ ഏകദേശം 70 ലക്ഷം രൂപയോളം ആണെങ്കിൽ പുള്ളിക്കാരൻ മേടിച്ചിട്ടുണ്ടെന്നുമാണ് ഇപ്പം പറയുന്നത്. ഇതിപ്പോൾ ഒരു സാധാരണ സിനിമ നടനോ അല്ലെങ്കിൽ ഭയങ്കര VIP ആയിട്ടുള്ള ഒരാളുടെ ഒരു കേസ് അല്ലായിരുന്നെങ്കിൽ ഈ കേസൊക്കെ എപ്പോഴേ തെളിഞ്ഞ് ഇതിപ്പം എന്താണെന്നുള്ളത് ഇപ്പം പുറത്ത് കറക്റ്റായിട്ട് വന്നതിന് ഇതിപ്പം അത് ആ ഒരു കറക്റ്റ് പറയണ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത രീതിക്കാണ് ഈ ഒരു കേസിൻ്റെ പോക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയുന്നു അവർക്കെല്ലാം അറിയാം, ചിലർ പറയുന്നു ഇതൊന്നും സത്യമല്ല. സത്യം പറഞ്ഞാൽ ഇത് തെളിയിക്കാൻ എന്താണ് ഇത്രയും ബുദ്ധിമുട്ടെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. വേറെ എത്രയോ കേസുകളുണ്ട്, ഇതിനേക്കാളിലും പ്രശ്നമായിട്ടുള്ള കേസുകളൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ തെളിഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും ഇതൊക്കെ എന്താണ് ഇങ്ങനെ വലിഞ്ഞു നീട്ടി പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ ഇത്രയൊക്കെയാണ്. ഇത് തന്നെ തിരിച്ചു മറിച്ചും ഈ ന്യൂസ് ചാനലുകളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് കുറേ നാളുടെ മനസ്സിലാത്തൊരു കാര്യമുണ്ട്, നമുക്കൊരു ന്യൂസ് ഇട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശകലം ഒരു കാര്യം പറയാൻ കാണത്തുള്ളൂ. അപ്പം നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും അത് തന്നെ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതെനിക്ക് തോന്നുന്നു അവർ ആ ഒരു വിഷയം മാത്രമേ അവർക്ക് അല്ലെങ്കിൽ അന്നത്തെ ദിവസം അത്രയും എക്സ്ക്ലൂസീവായിട്ട് വലിയൊരു സംഭവമായിട്ട് ഉള്ളത് കൊണ്ടാണ് മാത്രമാണെന്ന് തോന്നുന്നു ഒരു സംഭവം മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അത് കണ്ടൊരു മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ആ ഒരു ക്യാമറ ദൃശ്യം ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അവരെടുത്തിരിക്കുന്നത് മൊത്തത്തിൽ അത് പുറത്ത് വന്നിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. ഇനിയും പുറത്ത് വരാനുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പം അതിൻ്റെ ബാക്കിയും കൂടെ വന്നിട്ട് നമുക്ക് ഏതായാലും ബാക്കി കാര്യങ്ങളോട് സംസാരിക്കാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.